ഹലോ ഗായ്സ്, ഐ എം ലക്ഷ്മി. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് പുറത്തു പോവാണ്. ഇപ്പോൾ സമയം ഏകദേശം 1:45-2 മണിയൊക്കെ ആയി കാണും. സാധാരണയായിട്ട് നമ്മൾ റൂമിൽ തന്നെ ഫുഡ് കുക്ക് ചെയ്ത് കഴിക്കാറാണ് പതിവ്. പക്ഷേ ചില സമയത്ത് നമുക്ക് ക്രേവിങ്സ് ഒക്കെ തോന്നും. എക്സ്പെഷ്യലി നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിൽ വന്ന് താമസിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുക നമ്മുടെ തനി നാടൻ ഫുഡുകളായിരിക്കും. അപ്പോൾ അങ്ങനെ അതൊക്കെ കിട്ടുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. തൃശ്ശൂരുകാരുടെ ഒരു റെസ്റ്റോറൻ്റ് ആണ് ഇത്. ഇവിടെ നമ്മൾ വന്നത് ഇൻസ്റ്റഗ്രാമിലെ ഒരു റീല് കണ്ടിട്ടാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെയായിരുന്നു സെറ്റപ്പ് ഉണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ നേരത്തെ വരേണ്ടതായിരുന്നു. നമ്മൾ ഓൾറെഡി ലേറ്റായിട്ട് ഇറങ്ങിയതുകൊണ്ട് ഏകദേശം 3 മണി ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടെ 3 മണി കഴിഞ്ഞില്ല 3 മണിക്കുള്ളിലാണ് നമ്മളവിടെ എത്തിയത്. അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ അവിടെ കഴിഞ്ഞു തുടങ്ങി. ഞങ്ങൾ വന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും അവിടുത്തെ മീൽസൊക്കെ കഴിഞ്ഞു. പിന്നെ ഓൾറെഡി ഫിഷ് ഫ്രൈ ഒക്കെ കഴിഞ്ഞിരിക്കുകയായിരുന്നു. ചിക്കൻ മീൽസ് അല്ലേ പറഞ്ഞേ? ചിക്കൻ പൊതിച്ചോറ് പൊതിഞ്ഞ് വേണോ? പൊതിഞ്ഞ് വരണമില്ല എൻ്റെ അവസ്ഥ. സാറ്റർഡേ സൺഡേ ആവില്ല. ഇവിടെ തന്നെ തരാം ആ സാധനം. ഭയങ്കര തിരക്കാണ്, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അതായത് ശരിക്കും പറഞ്ഞാൽ ഞാൻ മീൽസ് അല്ല പൊതിച്ചോറാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്ക് ചിക്കൻ പൊതിച്ചോറും കുഞ്ഞിന് നോൺ വെജ് മീലുമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ വിളമ്പി തുടങ്ങിയ സമയത്ത് 2 പേർക്കും ഇല ഇട്ട് മീൽസ് പോലെ തന്നെ വിളമ്പായിരുന്നു. അപ്പം ഞാൻ ഓൾറെഡി കുഞ്ഞിൻ്റെ അടുത്ത് ചോദിച്ചു, എനിക്ക് എന്തിനാ ഇതൊക്കെ വിളമ്പണേ, എനിക്ക് പൊതിച്ചോറല്ലേ വേണ്ടത്, പൊതി കെട്ടിയിട്ടല്ലേ ഉണ്ടാവുക എന്നൊക്കെ. അപ്പോൾ കുഞ്ഞൻ പറഞ്ഞത് ഇതിങ്ങനെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെയാണ് ആൾ വന്ന് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ നമ്മൾ പറഞ്ഞു പൊതിച്ചോറാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്ന്. അപ്പോൾ ശരിക്കും അവിടെ നേരം വൈകി, പിന്നെ നല്ല തിരക്കുമായ കാരണം പൊതിച്ചോറ് ഇല്ല. അപ്പോൾ അതേ സംഭവം തന്നെ നമുക്ക് മീൽസായിട്ട് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഓക്കെ പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ മീൽസ് വന്നു ഗൈസ്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എനിക്കാണെച്ചെങ്കിൽ ഫുൾ വെജ് മീലും ഇഷ്ടമല്ല, ഫുൾ നോൺ വെജ് മീലും ഇഷ്ടമല്ല. എനിക്ക് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള മീലാണ് എപ്പോഴും ഇഷ്ടം. എൻ്റെ ഇഷ്ടം പോലെ തന്നെ എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റി. കാരണം ഇതിൽ സാമ്പാർ ഉണ്ടായിരുന്നു, മീൻ കറി ഉണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു, ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, പിന്നെ ഉപ്പേരിയും അച്ചാറും പപ്പടവും ഓംപ്ലേറ്റും ഒക്കെ കൂടെ മിക്സ് ചെയ്ത ഒരു മീലായിരുന്നു. ശരിക്കും ഒരാൾക്ക് 150 രൂപയാണ് മീൽസിന് വരുന്നത്. അതൊരു വേർത്തായിട്ട് തോന്നി. കാരണം നമുക്ക് അത്യാവശ്യം കറികളുണ്ടായിരുന്നു. ഒപ്പം തന്നെ നമ്മൾക്ക് ചോറും നമുക്ക് എത്ര വേണമെങ്കിലും വീണ്ടും കഴിക്കാൻ വേണ്ടി പറ്റും. പിന്നെ എൻ്റെ അപ്പറ്റൈറ്റ് കുറവായതുകൊണ്ട് ഞാൻ ഇത് തന്നെയാണ് കഴിച്ചുള്ളൂ. കുഞ്ഞനൊന്നും കൂടെ വാങ്ങി കഴിച്ചു. അതായത് ചിക്കൻ കറിയുടെ ചിക്കനാണ് ഞാൻ പൊട്ടിക്കാൻ പറ്റാത്തത് എന്ന് പറയുന്നത്. കാരണം ചിക്കൻ വറുത്തിട്ടാണ് അവർ കറി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് കുറച്ച് ഹാർഡായിരുന്നു. അത് കൈ കൊണ്ട് ഉടച്ചിട്ട് ഉടയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ബാക്കി നമ്മുടെ ടേസ്റ്റിനെ കുറിച്ചൊന്നും പറയാനില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ മനസ്സും വയറും നിറയുന്ന ഒരു മീലായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിവിടെ വരണം. ബാംഗ്ലൂർ ഉള്ളവരാണെങ്കിൽ എന്തായാലും വരണം. അപ്പോൾ ഞാൻ ഈ ഒരു ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങളാരെങ്കിലും ഇങ്ങനെ ചമ്മന്തി ഒറ്റയ്ക്കെടുത്ത് തിന്നുന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാട്ടോ. എൻ്റെ ബാക്കി വന്ന ചമ്മന്തി കുഞ്ഞിനെടുത്ത് തിന്നുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. എൻ്റെ വയറ് ഫുള്ളായി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. പിന്നെ പട്ടിക്കുട്ടന്മാർ എൻ്റെ ഒരു വീക്ക്നെസ്സാണ്, ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ നമ്മളിവിടെ നിന്ന് പോവാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വൈകാതെ തന്നെ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ഗൈസ്.